നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുന്നറിയിപ്പില്ലാതെ മസ്കറ്റ്, കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി വലഞ്ഞ് യാത്രക്കാർ. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്ക് വീസ മാറുന്നതിനുള്ള കാലാവധി അവസാനിച്ചു. ഖത്തർ ദേശീയ ആരോഗ്യ നയം അവതരിപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി റിയാദ്. റൂട്ട് 65-ൽ സർവീസിന് ഗ്രീൻ ബസ്. നബിദിനം, ഇന്ത്യൻ എംബസി ഞായറാഴ്ച അവധി. ബഹ്റൈൻ പൗരന്മാർക്ക് ഇറാഖിൽ മതിയായ സൗകര്യങ്ങൾ നൽകിയില്ല. ടൂർ ഓപ്പറേറ്റർക്ക് 1 വർഷം തടവും 10,000 ദിനാർ പിഴയും. മുന്നറിയിപ്പില്ലാതെ മസ്കറ്റ്, കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി വലഞ്ഞ് യാത്രക്കാർ. മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ഇന്നലെ രാവിലെ 7:35-ന് മസ്കറ്റിൽ നിന്നും പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദാക്കിയത്. വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് യാത്രക്കാരിൽ പലരും സർവീസ് റദ്ദാക്കിയ വിവരം അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്ക് വീസ മാറുന്നതിനുള്ള കാലാവധി അവസാനിച്ചു. രാജ്യത്ത് ഗാർഹിക വീസയിൽ ജോലി ചെയ്തിരുന്നവർക്ക് സ്വകാര്യ മേഖലയിലേക്ക് മാറാനുള്ള കാലാവധി അവസാനിച്ചു. ഗാർഹിക വീസക്കാരെ സ്വകാര്യ മേഖലയിലെ ജോലികളിലേക്ക് മാറ്റുന്നതിനുള്ള അനുമതി ജൂലൈ 14 മുതൽ സെപ്റ്റംബർ 12 വരെയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. 1 വർഷമെങ്കിലും നിലവിലെ സ്പോൺസറുടെ കൂടെ ജോലി ചെയ്തവർക്ക് അവരുടെ അനുവാദത്തോടെ സ്വകാര്യ മേഖലയിലേക്ക് മാറാമായിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈറ്റ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി റിയാദ്. റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിൽ 16 വയസ്സിൽ താഴെയുള്ള രോഗിക്ക് റോബോട്ട് ഉപയോഗിച്ച് സമ്പൂർണ്ണ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി. ലോകത്ത് തന്നെ ആദ്യമായാണ് റോബോട്ട് ഉപയോഗിച്ച് സമ്പൂർണ്ണ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. കൺസൾട്ടന്റ് കാർഡിയാക് സർജനും ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം മേധാവിയുമായ സൗദി സർജൻ ഡോക്ടർ ഫിറാസ് ഖലീൽ ആഴ്ചകൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കു ശേഷമാണ് ശസ്ത്രക്രിയ നടത്തിയത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. റൂട്ട് 65-ൽ സർവീസിന് ഗ്രീൻ ബസ്. പരിസ്ഥിതി സൗഹൃദ ബസ് സർവീസുകൾ തുടങ്ങി അബുദാബി. ഹൈഡ്രജൻ ഇലക്ട്രിക് ബസ്സുകളാണ് ഇറക്കിയത്. നഗരത്തെ 6 വർഷത്തിനകം ഗതാഗത ഗ്രീൻ സോണാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സംയോജിത ഗതാഗത കേന്ദ്രം പ്രഖ്യാപിച്ചു. മറീന മാളിനും അൽഡ്രീം ഐലൻഡിലെ ഷംസ് ബുട്ടീക്കിനും ഇടയിലുള്ള റൂട്ട് 65-ലാണ് ഗ്രീൻ ബസ് സർവീസ് നടത്തുക. പ്രാദേശിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലാണ് ബസ്സുകളുടെ രൂപകൽപ്പന. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. നബിദിനം, ഇന്ത്യൻ എംബസി ഞായറാഴ്ച അവധി. നബിദിനം പ്രമാണിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഈ മാസം 15-ന് ഞായറാഴ്ച അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോൺസുലാർ സേവനങ്ങൾക്ക് 98282270 എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്ക് 80071234 ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. ബഹ്റൈൻ പൗരന്മാർക്ക് ഇറാഖിൽ മതിയായ സൗകര്യങ്ങൾ നൽകിയില്ല. ടൂർ ഓപ്പറേറ്റർക്ക് 1 വർഷം തടവും 10,000 ദിനാർ പിഴയും. ബഹ്റൈനിൽ നിന്നും ഇറാഖിലെ കർബലയിൽ പോയ 140 ബഹ്റൈൻ പൗരന്മാർക്ക് മതിയായ സൗകര്യങ്ങളോ താമസ സൗകര്യമോ നൽകാതെ ടൂർ ആസൂത്രണം ചെയ്ത ബഹ്റൈനിലെ ടൂർ ഓപ്പറേറ്റർക്ക് ബഹ്റൈൻ ക്രിമിനൽ കോടതി 1 വർഷം തടവും 10,000 ദിനാർ പിഴയും വിധിച്ചു. ലൈസൻസ് ഇല്ലാത്ത ടൂർ ഓപ്പറേറ്റർ കൂടിയായിരുന്ന ട്രാവൽ ഏജൻസിയായിരുന്നു ആളുകളെ കൊണ്ടുപോയത് എന്നും കോടതി കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.